പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയിൽ പൂർത്തീകരിച്ച വിഴിഞ്ഞം പദ്ധതിയുടെ മുകളിൽ ചെന്ന് നിന്ന് ഉളുപ്പില്ലാതെ ഇന്ന് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അടിച്ചൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് അടിക്കുന്ന സന്ദർഭത്തിൽ സതീശൻ ഓർത്തില്ലെങ്കിലും നാട്ടുകാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകൃതി ദുരന്തത്തോടൊപ്പം തന്നെ ആ സംസാരിക്കുന്ന ഒരു ദുരന്തത്തെ കൂടി മറികടന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് നാട്ടുകാർ അറിയണം. അതൊന്നും മറക്കാനുള്ളതല്ലല്ലോ. അപ്പോ ഇന്നിപ്പോ അധികാരം കിട്ടിയപ്പോ മറ്റുള്ളവരെല്ലാം ചെയ്തു വെച്ചതിന്റെ മുകളിൽ ചെന്നിരുന്ന് വാചക കസർത്ത് നടത്താൻ അല്ലെങ്കിലും പണ്ടേ മിടുക്കനാണ് സതീശൻ. അങ്ങനെ അടിച്ചൊരു വാചകം എന്താണെന്ന് കേട്ടെ. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിന്റെ കിട്ടുന്ന ഗുണത്തിന്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിന്റെ കിട്ടുന്നതിന്റെ നേട്ടം. വൈകിപ്പോയി. കേട്ടല്ലോ, റോഡും റെയിൽ കണക്ടിവിറ്റി കൂടി കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ വേഗത്തിലാക്കിയനെ. അത് ഒച്ചിഴയുന്ന വേഗത്തിലായതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ബാധിച്ചു അത്രേ. ഉടനടി തന്നെ റെയിൽ റോഡും നാളെ തന്നെ ഞങ്ങൾ പൂർത്തീകരിച്ച് മറ്റന്നാൾ തൊട്ട് സർവീസ് നടത്തുമെന്ന രീതിയിലാണ് ഡയലോഗ് തട്ടിവിടുന്നത്. പക്ഷേ ജനം റിയൽ ആയിട്ടുള്ള കാര്യം അറിയണം. വിഴിഞ്ഞം പദ്ധതി 2016 കല്ലിട്ട് പോയ ഒരു മുഖ്യമന്ത്രിയുണ്ട്. കല്ലല്ലാതെ 1 രൂപ ആ കല്ലിന്റെ പുറത്ത് വെച്ചിട്ടില്ല. അതിനുശേഷം അധികാരം ഏറ്റെടുത്തതിന് ശേഷം 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാർ ചേർന്ന് വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്തു. എങ്ങനെ? കേവലം ഒരു ചാണ്ടിക്കല്ലിൽ നിന്ന് അതിന്റെ നിർമ്മാണത്തിന് വേണ്ട ഫണ്ട് കണ്ടെത്തി. ഏത് സന്ദർഭത്തിൽ? 2018 കേരളം കണ്ട മഹാപ്രളയം വന്നു. തൊട്ടു പിന്നാലെ തലസ്ഥാന നഗരത്തെ വിറപ്പിച്ച ഓഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. അപ്പോഴെല്ലാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സന്ദർഭം വന്നു. കാലവർഷം പ്രതികൂലമായി ഇടയ്ക്കിടെ മഴ പെയ്തതുകൊണ്ട് തന്നെ പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളില്ലാതെ പോയി. ഓഖി ദുരന്തത്തിൽപ്പെട്ട് നിരവധി പേർ കാണാതാവുകയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിടത്തൊക്കെ വലിയ തോതിൽ ഡാമേജ് ഉണ്ടാവുകയും ചെയ്തു. ഇതിനുശേഷം വീണ്ടും അത് പുനർസൃഷ്ടിക്കേണ്ടി വന്നു. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തും ഒപ്പം തന്നെ നാടിനെ നിശ്ചലമാക്കിയ കൊറോണ കടന്നു വന്നത്. 2020 കാലഘട്ടത്തിൽ അതിൽ നിന്ന് മുക്തി നേടാൻ 2021 വരെ വേണ്ടി വന്നു. ഏകദേശം 3 വർഷം പിന്നെയും ഡിലേ ആയി. അങ്ങനെ ഈ പ്രകൃതി ദുരന്തങ്ങളെയും കൊറോണയെയും ഓഖിയെയും കാലാവസ്ഥാ പ്രതികൂല അവസ്ഥയെയും മറികടന്നതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷം എന്നുള്ള മഹാദുരന്തങ്ങളെ കൂടി നമുക്ക് മറികടക്കേണ്ടി വന്നു. ഒരുവിധം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് കുറെ ലോഹയിട്ട പിതാക്കന്മാരെയും കൊണ്ടുവന്ന് 100 ദിവസത്തിലേറെ അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. തീരെ ശോഷണം എന്ന പേര് പറഞ്ഞു. എന്നിട്ട് അന്ന് ഇവർ അടിച്ചിരുന്ന വാചകങ്ങൾ നാടെന്ന് ഓർമ്മിക്കണം. വൈകിപ്പോയി. ദ്രവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന തീരെ ശോഷണം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. സമരത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ കുഴപ്പക്കാരെ പിടിക്കാം, ആഹ്വാനം ചെയ്തവരെല്ലാം പിടിക്കട്ടെ. വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്നവരൊക്കെ തെറ്റുകാരും എതിർക്കുന്നവരൊക്കെ മാന്യന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിച്ചു തരും. പാർട്ടി സ്റ്റാൻഡ് ഞങ്ങൾ KPC പ്രസിഡന്റായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതിലെ തീരുമാനം ഉണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പാടില്ല. കേട്ടല്ലോ, സമരസമിതിക്കൊപ്പം നിൽക്കും. ആ വിഴിഞ്ഞ സമരത്തെ പരിപൂർണമായി പിന്തുണയ്ക്കും. കലാപത്തിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് സൃഷ്ടിച്ചത്. എന്നിട്ടും കുലുങ്ങിയില്ല. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കലാപകാരികൾ തല്ലിത്തകർത്തിട്ടും സംയമനത്തോടെ ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് സർക്കാർ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ആ സന്ദർഭങ്ങളിൽ KPCC പ്രസിഡന്റായിരുന്ന K. സുധാകരൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ സർക്കാരിനെ പുറത്താക്കാൻ വേണമെങ്കിൽ വിമോചന സമരം തന്നെ സംഘടിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ചില രാഷ്ട്രീയ താല്പര്യമുള്ള പാതിരിമാരെ കൊണ്ട് വിഴിഞ്ഞം പദ്ധതിയെ പരമാവധി വഴിമുട്ടിക്കാൻ പരിശ്രമിച്ചവർ ഇന്നിപ്പോ ഇതിന്റെ മുകളിൽ കയറി നിന്ന് ഇങ്ങനെ അന്തസ്സില്ലാതെ വർത്തമാനം പറയുമ്പോൾ നാട് ചിന്തിക്കണ്ടേ? ലേശ ഉളുപ്പ് വേണ്ടേ? ഒരു പദ്ധതി മുന്നോട്ട് പോകാതിരിക്കാൻ പരമാവധി അള്ളുവെച്ചവർ ഇന്നിപ്പോ മതവികാരമൊക്കെ ഉണർത്തി അധികാരം കിട്ടിയപ്പോ അതിന്റെ മുകളിൽ കയറിയിരുന്ന് റെയിൽവേയുടെ കുറ്റം പറയുകയാണ്. എല്ലാം നടന്നേനെ, നടക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ബുദ്ധിമുട്ടുണ്ടാക്കി. ആ കാലഘട്ടത്തിൽ തന്നെ കരിങ്കല്ല് കിട്ടാത്ത പ്രശ്നങ്ങൾ വരെ ഉണ്ടായി. അതെല്ലാം പരിഹരിച്ച് ഒടുവിൽ യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞപ്പോ ഉളുപ്പില്ലാതെ വന്ന് ഞാൻ നാളെ റെയിൽപാളം കെട്ടി റോഡ് നിർമ്മിച്ച് വണ്ടി ഓടിക്കുമെന്നൊക്കെ തട്ടിവിടുന്ന ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എല്ലില്ലാത്ത നാവും എന്തും പറയാനുള്ള തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ആർക്കും ഇമാതിരി ഊള വാചക കസർത്ത് നടത്താമെന്നതേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പദവിയാണെങ്കിലും ശരി, ഏത് പദവിയാണെങ്കിലും ശരി, പദവി ഇവർക്കൊരു വിഷയമേ അല്ല. അതുകൊണ്ട് നാക്കുകൊണ്ട് എന്തും ഇവർക്ക് പൂർത്തീകരിക്കാം.
പ്രവൃത്തി കൊണ്ട് പ്രാവർത്തികമാക്കുക ഇച്ഛാശക്തിയാണ്. അത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്തരം എല്ലാ ദുരന്തങ്ങളെയും മറികടന്ന് കാട്ടിയ ഇച്ഛാശക്തിയാണ് ഇന്ന് കേരളത്തിന്റെ അഭിമാനമായി തല ഉയർത്തി നിൽക്കുന്ന വിഴിഞ്ഞം പദ്ധതി എന്ന് സംശയരഹിതമായി പറഞ്ഞു വയ്ക്കാം.